അയ്യോ എത്ര നാളെ കണ്ടിട്ട് എന്റെ പൊന്നെ. ഇടാ ഇവനെ എന്നെ ഇഷ്ടപ്പെടുന്നു, ഞാൻ കൊണ്ടുപോട്ടെ. എനിക്ക് വേണ്ട, ഞാൻ ഇപ്പൊ കൈ പട്ടിന് പിടിച്ചല്ലേ. അപ്പൊ ഹരിക്കുട്ടൻ ശക്തി പ്രയോഗിക്കാണ് കേട്ടോ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സസ്പെൻസ്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഹരിക്കുട്ടനെ കാണാത്തതിൽ ഇങ്ങനെ ഒത്തിരി പരിഭവമൊക്കെ പറഞ്ഞു. കൊറോണയാണ്, എനിക്ക് അങ്ങോട്ട് സ്ഥിരമായിട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് കണ്ടോ, ഇന്ന് ഗ്ലൗസ് ഒക്കെ കുഞ്ഞപ്പനും കുഞ്ഞപ്പനെ കൈ നോക്കി കാണിച്ച് ഞങ്ങളെല്ലാവരും ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. കാര്യം അവൻ കുഞ്ഞാണ്, അപ്പം നമുക്ക് അങ്ങനെ ചുമ്മാ കയറി ചേരാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ചാനൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത് ഹരിക്കുട്ടനെ കൂടെ കൂട്ടി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കാനുള്ള പോക്കാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ഹരിക്കുട്ടനെ വിളിക്കാം. വണ്ടി അങ്ങോട്ട് കയറ്റിയിടാം അല്ലേ. ഹരിക്കുട്ടൻ്റെ പുതിയ വീടും സ്ഥലവും കാണിച്ചു തരാം. ഹരിക്കുട്ടനെ കാണിച്ചു തരാം കേട്ടോ. അയ്യോ എത്ര നാളെ കണ്ടിട്ട് ഇത് കണ്ടോ, ഇതന്നെ ഇത് ഗ്ലൗസ്. ബാ എന്നാ വേണ്ടി വിശേഷം എന്ന് നോക്കട്ടെ. ഒരു വിശേഷവും ഇല്ല, ഇങ്ങോട്ട് വന്നിട്ട് ഒത്തിരി നാളായി കേട്ടോ. ഇതാണ് നമ്മുടെ ഹരിക്കുട്ടന്റെ പുതിയ വീടും സ്ഥലവും. ആരാ ദൈവമേ, പട്ടിയാണോ? മേടിച്ചോ? എന്റെ അമ്മേ, എന്നാടാ ഞാനിവിടെ ടച്ച് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ പുറത്തുനിന്ന് വന്നായോണ്ട് ആണോ? ഞാൻ ടച്ച് ചെയ്തോട്ടെ. എടാ എന്റെ അമ്മേ, എന്നാടാ എന്റെ പേര്? ജിമ്മിയോ? ഇനി വന്നേ. എന്റെ പൊന്നെ. എടാ ഇവനെ എന്നെ ഇഷ്ടപ്പെടുന്നു, ഞാൻ കൊണ്ടുപോട്ടെ. ഇത് കണ്ടതേ വരുന്നത്, ഇത് കയറി വരുവാ എൻ്റെ കൂടെ. നീ ഒന്ന് വിളിച്ചേ, നിന്റെ അടുത്ത് വരുന്ന നോക്കട്ടെ. ആടെ എൻ്റെ അടുത്ത് പോരുവാ. ജിമ്മി വാ, കയറി വാ. എടാ ഞാൻ കൊണ്ടുപോവാ കേട്ടോ. ഇത് കണ്ടോ, എനിക്ക് വയ്യ. ഹരിക്കോട്ടനെ പട്ടീനൊക്കെ മേടിച്ചിരിക്കുകയാണ്. ഇത് എവിടുന്ന് മേടിച്ചതിനെ? ചന്തു ഇവനോട് വെച്ചേക്കാം കേട്ടോ. പ്രവേശിച്ച് ചെറുതായിട്ടൊന്ന് വീണിട്ട് കൈയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിയിരിക്കുവാണ്. വേറൊന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. ഇത് പട്ടീനെ മേടിച്ചാൽ ചെലവ് ചെയ്യണം കേട്ടോ. ചെലവ് ചെയ്യാൻ ഞാൻ പോകത്തില്ല. എന്നാണെങ്കിലും പട്ടീനെ കിട്ടിയോ? നിന്റെ ലൈഫ് ടൈം ഡ്രീം അല്ലായിരുന്ന പട്ടി, അതിനെ കിട്ടിയതല്ലേ. അപ്പൊ അതിന് ചെലവുണ്ട്. ചെലവ് മേടിക്കാൻ ഞാൻ പോകത്തില്ല കേട്ടോ. എന്റെ ഹരിക്കൂടെ അതിൻ്റെ അടുത്ത് പോരുക. ഇവിടെ ഞാൻ കൊണ്ടുപോകാം കേട്ടോ. ഇല്ല, എന്റെ കാലം മാത്രമേ വന്നുള്ളൂ. എടാ വാടാ, നമുക്ക് പോയേക്കടാ. വാ, വണ്ടി കയറിക്കോ. വാ. ഓക്കെ എടാ, നമ്മള് കാര്യം പറഞ്ഞു. പ്രസിച്ചി, നമ്മുടെ ചാനൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഹരിക്കോട്ട 1 മില്യൺ എന്ന് പറയാൻ എത്ര ഹരിക്കോട്ട? 1 മില്യൺ എന്ന് പറയാൻ എത്രയാ? 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. ഇപ്പൊ നിനക്ക് എന്തെങ്കിലും വേണോ? ഗിഫ്റ്റ് വേണോ? ട്രീറ്റ് നമുക്ക് ചെലവ് വേണമല്ലോ. എടാ ഞാൻ പട്ടിയെ മേടിച്ചാൽ ചെലവ് ചോദിച്ചെങ്കിൽ നീ 1 മില്യൺ എൻ്റെ അടുത്ത് ചെലവ് ചോദിക്കണ്ടേ? ചോദിക്കാം, കുഴപ്പമില്ല. പേടിപ്പിക്കുന്ന സാധനം. വണ്ടിക്കൊന്ന് ചാടി ഇറങ്ങി വരും കേട്ടോ. ഇവന് പേടിയാണ് കേട്ടോ. എടാ പേടിക്കുന്നതിന് നിനക്ക് എന്നെ പേടിയാണോ? പിന്നെ എന്നാ ചാടും. ഒറ്റ ചാട്ടത്തിന് അപ്പുറത്തെ പറമ്പിലൊക്കെ ചെല്ലും. ബാ, ഇതേ വരുന്നുണ്ട് കേട്ടോ. ഹരിക്കുട്ടൻ ഇവിടെ നന്നായിട്ട് ട്രെയിൻ ചെയ്ത്. ശ്രീകുട്ടിക്ക് പേടി നാളെയല്ലോ ഇത്രയും കുഞ്ഞു പട്ടീനെ പേടിക്കാൻ. ബാന്നേ എന്നാന്നേ ഇത്? എന്നാന്നേ? കളിക്കുവാണോ? ഞാൻ വീടും കേട്ടോ. ഇവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എടാ ഇനി ഒന്ന് കാര്യം ചോദിക്കട്ടെ, ഗിഫ്റ്റ് എന്നായിരിക്കും എന്നൊക്കെ ഗസ് ചെയ്യാൻ പറ്റുമോ? ചുമ്മാ ഗസ് ചെയ്യുന്നതിന് പൈസ മുടക്കൊന്നുമില്ലല്ലോ. ഗസ് ചെയ്യണം, ചുമ്മാ ഗസ് ചെയ്തേ. നമ്മുടെ വീട്ടിലാണെങ്കിലും പുറത്തുനിന്ന് ഇപ്പോൾ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. കാര്യം നമ്മുടെ ചാനൽ കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ കിളിക്കൂടൊക്കെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്കും ഭയങ്കര ടെൻഷനാണ്. പക്ഷേ നമ്മൾ ആ ടെൻഷനിലേക്ക് ഇവരെയും കൂടെ വിളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചില്ല നമ്മളിങ്ങനെ വിളിക്കാതെ കേട്ടോ. അതൊന്നും അല്ല, ഡയറക്റ്റ് വന്ന് കയറണം. കിളിയൊക്കെ നമ്മുടെ ദേഹത്തേക്ക് ഇങ്ങനെ ഇരിക്കും. വണ്ടി കയറ്റ്, ബാക്ക് ഡോർ തുറന്ന് വണ്ടിയെ കയറ്റും. ഹരിക്കുട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഹായ്. എന്നെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? പൊന്നു എന്നാണ് കേട്ടോ പേര്. പൊന്നിന്റെ ഇച്ചിരി ചമ്മലാണ്. അപ്പൊ എന്താണ് നമ്മൾ ഹരിക്കുട്ടനെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം കേട്ടോ. ഹരിക്കുട്ടനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഹരിക്കുട്ട എടാ വലിയ സാധനമൊന്നും അല്ലടാ, നിനക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇത്രേ ഉള്ളു ഗിഫ്റ്റ്, അത്രേ ഉള്ളൂ. 2 ലഡുവിനാണ് നീ ഇത്ര പേടിച്ചത്. എനിക്ക് വേണ്ട, ഞാൻ ഇപ്പൊ കൈ പട്ടിന് പിടിച്ചല്ലേ. അടുത്തൊരു കുഞ്ഞു സാധനം ഉണ്ടെന്നാ. ഇതും ചാടുന്നൊന്നും അല്ല. ഇത് ചാടും, നീ തുറക്കുമ്പോ ചാടും. അത് പൊട്ടിച്ചു നോക്ക്, പെട്ടെന്ന് പൊട്ടിച്ചു. ഇച്ചിരി മീശയൊക്കെ എടുത്തിട്ടുണ്ടല്ലേ. അതുപോലെ വൈഫൈ ഇനി ഇപ്പൊ ജിയോ ഫൈ എന്ന് പറഞ്ഞിട്ട് കാണിക്കും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ. എന്നിട്ട് അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇതിന്റെ പാസ്വേഡ് ഇവിടെ ഉണ്ട്. എത്ര മതി ഗിഫ്റ്റ് ഹരിക്കോട്ടെ? എടാ ഗിഫ്റ്റ് തീർന്നില്ല. ഈ സാധനം ജീവനുള്ള സാധനം കേട്ടോ പ്രജി, ഇത് ജീവനുള്ള സാധനം കേട്ടോ. അടുത്ത് ബാബാ ഈ ഡോർ തുറക്കും. എടാ പെട്ടെന്ന് ചാടി വരുന്ന. ചാടി എടുത്തോ, കുഴപ്പമില്ല. എടുത്തോ. ഇത്രയും ചെറുതിനകത്ത് ചാടുന്ന സാധനത്തിൽ നമ്മൾ മേടിക്കോ? അപ്പൊ എന്താണ് നമ്മുടെ ഹരിക്കുട്ടൻ ഒരു കുഞ്ഞു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്താണെന്ന് നമ്മൾ ഹരിക്കുട്ടനെ കാണിക്കുന്നതിനും നിങ്ങൾ ജസ്റ്റ് പോയി കണ്ടിട്ടോ ഈ സംഭവം എന്താണ്.
ദേണ്ട അങ്ങനെ കുഞ്ഞപ്പൻ നമ്മുടെ ഗിഫ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. ഇതെന്നാ കുഞ്ഞപ്പൻ മേടിച്ചേ? എത്ര എണ്ണം ഉണ്ട്? 10 ലഡു മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. 10 ലഡു. അപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കും 1 മില്യൺ സെലിബ്രേഷൻ നമ്മൾ 10 ലഡു ആണോ മേടിച്ചു കൊടുക്കുന്നത്? അപ്പൊ ഇച്ചിരി കുറഞ്ഞു പോയി കേട്ടോ. അല്ല, നമ്മൾ അതൊന്നും അല്ല മേടിക്കാൻ വന്നത്. ഇത് നമ്മൾ ചുമ്മാ ഒരു സന്തോഷം, മധുരമാണല്ലോ നമുക്ക് എപ്പോഴും സന്തോഷത്തിന് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ അടുത്ത സാധനം മേടിക്കാൻ അടുത്ത കടയിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ കോട്ടയം ടൗണിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് അവനിങ്ങനെ മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനമായിരുന്നു. അവർ നമ്മുടെ അടുത്ത് വീട് മാറിയല്ലോ. അപ്പോൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ഒന്നാമത്തെ കാര്യം ഇന്റർനെറ്റിന് റേഞ്ച് ഇല്ല. അപ്പോൾ ഫോണിൽ കൂടെ ഉള്ള പഠിത്തം ഇങ്ങനെ കുറച്ച് പാടാണ്. ഇങ്ങനെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. വന്നുപോലെ നമ്മൾ മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതാണ് അതിന് ഏറ്റവും ബെസ്റ്റ് സമയം. അങ്ങനെ അടുത്ത സാധനം വന്നിട്ടുണ്ട്. ഇതന്നെ അത് റാപ്പേഴ്സ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സാധനമായി. ഇനി എന്താണ് മെയിൻ മേടിക്കാനുള്ളത്? ഇനിയാണ് നമുക്ക് ഗിഫ്റ്റ് മേടിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത കടയിലേക്ക് പോവാണ്. ഗിഫ്റ്റ് മേടിക്കാനായിട്ട് നമ്മളിത് കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളൊരു ഇലക്ട്രോണിക് സ്റ്റോറിലാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്താണ് സാധനം. പെർഫെക്റ്റ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. കടയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഈ ആപ്ലിക്കേഷന്റെ പേരാണ് വിൻസോ ഗെയിംസ് കേട്ടോ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗെയിം കളിച്ചതിനകത്തൂടെ പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അവിടെ ഇത് കണ്ടോ, ഇതിനകത്ത് നമുക്ക് ഏകദേശം 40 മേളിൽ ഗെയിംസ് ഉണ്ട്. ഏറ്റവും പോപ്പുലർ ആയ ഗെയിംസ് ലൈക്ക് മെട്രോ സർഫർ, ഫ്രീ ഫയർ, ലൂഡോ, ബബിൾ ഷൂട്ടർ, ക്യാരം ആൻഡ് ക്രിക്കറ്റ് ഗെയിം. അതുകൂടാതെ ഇപ്പോൾ ഓൺഗോയിങ് IPL നടക്കുമല്ലേ, വിൻസോയിൽ ഫാന്റസി സ്പോർട്സ് ഉണ്ട്. അതുവഴി നമുക്ക് ഏകദേശം 20,000 രൂപ വരെ വിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ റീസെന്റ് അവർ ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ക്ലാഷ് റോയൽ ആഡ് ചെയ്തിട്ടുണ്ട്, കോൾ ഓഫ് ഡ്യൂട്ടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ നിനക്ക് ഞാൻ ഈ ഗെയിം റെഫർ ചെയ്യാന്ന് വിചാരിക്കാം, 40 രൂപ ഡയറക്റ്റ്ലി എന്റെ അക്കൗണ്ടിലേക്ക് വരും. അതെനിക്ക് വേണമെങ്കിൽ എന്റെ ബാങ്ക് അക്കൗണ്ട് UPI വഴിയോ അല്ലെങ്കിൽ Paytm വഴിയോ എനിക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കും മിനിമം വിഡ്രോവൽ എത്രയാണ്? മിനിമം വിഡ്രോവൽ 3 രൂപയാണ് കേട്ടോ. അപ്പൊ ഇനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ആദ്യമായിട്ട് സൈനപ്പ് ചെയ്യുമ്പോഴേക്കും 50 രൂപ കിട്ടുന്നതാണ്. അതുകൂടാതെ ഫാന്റസി ടിക്കറ്റ്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ കടയിലേക്ക് കയറിയാലോ. കുഞ്ഞപ്പ റെഡിയല്ലേ? അപ്പൊ നമ്മൾ നേരെ കടയിലേക്ക് കയറുവാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. എടാ കൈ തരുന്നില്ല, കൊറോണ ആയതുകൊണ്ട്. പേരെന്നായിരുന്നു? വിഷ്ണു. ജയേഷ്. താങ്ക് യു സോ മച്ച്. നമ്മളങ്ങനെ നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സെ കണ്ടിട്ട് കേട്ടോ. നമ്മുടെ കടയിലേക്ക് കയറുവാണ്. സാനിറ്റൈസർ മസ്റ്റ് ആണ്, കുഞ്ഞപ്പൻ സാനിറ്റൈസർ. അപ്പോൾ എന്താണ് നമ്മൾ ഇതേ കടയിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്താ മേടിക്കുന്ന സാധനം കാണിച്ചു തരാം. നമ്മൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഐഡിയ കിട്ടിക്കാണ്. നമ്മൾ ഇലക്ട്രോണിക് ആണ്, എന്തെങ്കിലും ഇലക്ട്രോണിക് ഐറ്റം ആയിരിക്കും. പക്ഷേ എന്താ നമ്മൾ പറഞ്ഞിട്ടില്ല ഇതുവരെ. അതിനിടയ്ക്ക് ഒരാളെ കണ്ടിട്ടുണ്ട് കേട്ടോ. എടാ പെട്ടെന്ന് മാസ്ക് മാറ്റി കാണിക്കും. ഞങ്ങൾ ഏകദേശം എത്ര വർഷം ഒരുമിച്ച് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്? ഒരു 3 വർഷം അല്ലേ? ഒരു 3 വർഷം ഒരുമിച്ച് ഞങ്ങൾ വർക്കൗട്ട് ചെയ്താണ് കേട്ടോ ജിമ്മിൽ. ഞങ്ങളുടെ 2 പേര് ഏകദേശം ഒരുപോലെ. എൻ്റെ പേര് സെബിൻ, ഇവൻ്റെ പേര് സുബിൻ. സാധനം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവന് മേടിക്കാൻ ഉദ്ദേശിച്ച ഒരു ലാപ്ടോപ്പാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോയപ്പോഴേക്കും ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അവിടെ ഇന്റർനെറ്റ് ആക്സസിബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ടെന്ന്. അതുപോലെ തന്നെ മൊബൈലിൽ കുറേ നേരം ഇന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഇവർക്ക് അത്യാവശ്യം കുഞ്ഞു പ്രോജക്റ്റുകളും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഈ ഒരു സാധനം എസെൻഷ്യൽ ആയിരിക്കും. നമ്മൾ ഇത് മേടിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും പൊട്ടിച്ച് കാണിച്ചു തരാവേ. പൊട്ടിച്ചോട്ടെ. അപ്പോൾ ഇതൊരു എൻട്രി ലെവൽ ലാപ്ടോപ്പാണ്. ഇതിൻ്റെ ആവശ്യമുള്ളൂ പിള്ളേർക്ക് അല്ലേ. ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് മാക്സിമം അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ സാധനം ഭയങ്കര കുഞ്ഞതാണ് കേട്ടോ. അത്യാവശ്യം ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കേട്ടോ. മൊത്തം ഹോൾഡ് ചെയ്യാം അല്ലേ? സ്ക്രീൻ ടച്ച് സ്ക്രീൻ ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ രസമുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് നോർമൽ ലാപ്ടോപ്പായിട്ട് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ചേട്ടൻ പറഞ്ഞാൽ നമുക്കിത് ഫുൾ 360 ഡിഗ്രി അല്ല 180 ഡിഗ്രി നമുക്ക് ബെൻഡ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ വെച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ടച്ച് ആയതുകൊണ്ട് നമുക്ക് കീബോർഡിൻ്റെ ആവശ്യം നമുക്ക് വരത്തില്ല. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ യൂസ് ചെയ്യാം അല്ലേ. ഓക്കെ. അപ്പോൾ സ്ക്രീൻ ഓട്ടോമാറ്റിക്കായിട്ട് റൊട്ടേറ്റ് ആയിക്കോളും. അടിപൊളി. അപ്പോൾ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്താലേ നമുക്ക് കീബോർഡിൻ്റെ ആവശ്യം വരത്തില്ല. ടച്ച് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ ഒരു മോഡും കൂടെ ചേട്ടൻ പറഞ്ഞായിരുന്നല്ലോ, സ്റ്റാൻഡ് മോഡ്. അപ്പോൾ നമുക്ക് വേണം ഇങ്ങനെ വെച്ച് യൂസ് ചെയ്യാം കേട്ടോ. ഇതെന്നാണെങ്കിലും നല്ല രസമുള്ള സാധനമാണ് കേട്ടോ. കാരണം പിള്ളേരാകുമ്പോഴേക്കും ഇത് രസമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അടിപൊളി. ചേട്ടാ ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ്? 26,900 അല്ലേ? അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പോൾ നമ്മൾ സ്പെസിഫിക്കേഷൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾ ചെയ്തു തരും അല്ലേ? അത് ചെയ്യാണ്ട് എത്ര എടുക്കുമായിരിക്കും? 1 അവർ അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെ കൂടെ ഒരു ജിയോ ഫൈം കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. കാര്യം ഇതാകുമ്പോഴേക്കും അവർക്ക് അവിടെ ഇന്റർനെറ്റിന്റെ പ്രശ്നം കാണത്തില്ല. ഇത് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചേട്ടൻ. ഏകദേശം ഒരു 3/4 മണിക്കൂർ എടുത്തു. നമ്മളിത് എന്തൊക്കെയാണ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു പറഞ്ഞേ. വിൻഡോസ് ഒറിജിനൽ ഏതാ വേർഷൻ ഏതാ? വിൻഡോസ് 10 ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതായത് MS ഓഫീസ് ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ ക്രോം ഉണ്ട്, ഫയർഫോക്സ് ഉണ്ട്, PDF റീഡ് ചെയ്യാനായിട്ട് നമുക്ക് അക്രോബാറ്റ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ അത്യാവശ്യം വീഡിയോ പ്ലേ ചെയ്യാനായിട്ട് KMP പ്ലെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇതിന് ബില്ല് ചെയ്യാം. ഓക്കെ ചേട്ടാ, അതിന് മുമ്പ് നമുക്ക് ഇന്ന് ഗിഫ്റ്റ് റാപ്പ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇത് ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് 2 ഗിഫ്റ്റ് റാപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആദ്യമേ ഇത് കൊടുക്കാം കേട്ടോ. ആദ്യം കൊടുത്തു കഴിയുമ്പോഴേക്കും എന്തെങ്കിലും കുഞ്ഞു സാധനം വിചാരിക്കും. അതിനുശേഷം നമുക്ക് ലാപ്ടോപ്പ് കൊടുക്കാം കേട്ടോ. ചേട്ടന്മാർ ഇത് പാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, താങ്ക്സ് ചേട്ടാ. അതേലോ, പേരെന്താ? അനന്തകൃഷ്ണൻ. ഇതാരത്? താങ്ക് യു സോ മച്ച്. ഇവിടെ കാതൊക്കെ കുത്തിയിട്ടുണ്ടല്ലോ, കാത് കാണിച്ച്. അടിപൊളി. അപ്പം നമ്മൾ എന്താണെങ്കിലും നമ്മുടെ ലാപ്ടോപ്പ് ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ജിയോ ഫൈയും കൂടെ ഇത് പാക്ക് ചെയ്യണം കേട്ടോ. ജിയോ ഫൈ പാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ എന്നാലും ഇത് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടത്തില്ല സംഭവം എന്താ. നമുക്ക് ഇപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ആണല്ലോ നമ്മുടെ ഒരു രസം. റാപ്പറിന്റെ സെലക്ഷൻ കുഞ്ഞപ്പനാണ്. കുഞ്ഞപ്പ താങ്ക് യു. അപ്പോൾ നമ്മുടെ പാക്കിംഗ് എല്ലാം നല്ല അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞപ്പൻ ലാപ്ടോപ്പ് എടുത്തോളൂ. അപ്പോൾ നമുക്കിനി നേരെ ബില്ല് ചെയ്യാം. പേയ്മെന്റ് ചെയ്യാം. അപ്പോൾ എന്താണ് നമ്മുടെ പേയ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഇപ്പോൾ നമ്മുടെ പർച്ചേസ് കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞപ്പോൾ വണ്ടിയിലോട്ട് കയറുവാണ്. സുബനെ താങ്ക് യു സോ മച്ച്. സാറേ താങ്ക് യു സോ മച്ച്. പോയിക്കോട്ടെ. വിളിച്ചേക്കാം ചേട്ടാ താങ്ക്സ് ചേട്ടാ. അപ്പോൾ നമ്മൾ നേരെ വണ്ടിയിലേക്ക് കയറുവാണ് കേട്ടോ. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അടിപൊളി, നമ്മുടെ ഗിഫ്റ്റ് റെഡിയാണ്. അങ്ങനെ നമ്മുടെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ഇനി ഹരിക്കുട്ടനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പോൾ നമുക്ക് അവനെ കൊണ്ട് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തു കേട്ടോ. ഓപ്പൺ ചെയ്തു, തറ വെച്ച് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഹരിക്കുട്ടൻ ശക്തി പ്രയോഗിക്കുകയാണ് കേട്ടോ. ഇവൻ ഭയങ്കര ശക്തിമാനായി മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. റോജി എടുത്ത് വെച്ച് നമുക്ക് വണ്ടി വെച്ച് ഓപ്പൺ ചെയ്യാം. എന്നാൽ വണ്ടി വെച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. മെയിൻ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് എനിക്കറിയില്ല. എനിക്ക് അറിയത്തില്ല എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. ഓപ്പൺ ചെയ്തു അങ്ങനെയല്ലേ ഓപ്പൺ ചെയ്യുന്നത്. ഈ നടുക്കത്തെ സാധനം എടുക്കുക. അതെ പിടിച്ചെടുത്തോ. എന്നിട്ട് ഈ നടുക്ക് പിടിച്ചിട്ട് ഓപ്പൺ ചെയ്യും. രണ്ട് സൈഡിലത്തെ സാധനം എടുത്ത് കളാം. ഓക്കെ പെർഫെക്റ്റ്. എന്നാ മനസ്സിലായോ? എന്നാ അത്? ഇത് എന്തിനാണെന്നറിയോ? ഇവൻ പഠിക്കുന്നുണ്ടോ ഇപ്പം? പ്രജേജി മാത്സിൽ 24 ഉണ്ട്. പഠിക്കുന്നുണ്ടോ അപ്പം? അപ്പൊ ഇവന് പാടുള്ള വിഷയങ്ങൾ ഏതൊക്കെയാ? ബാക്കിയുള്ള എല്ലാം പാടാണല്ലേ? ഹിന്ദി, മലയാളം പാടാണോ? ആ ഓക്കെ. അപ്പോൾ എന്താണെങ്കിലും ഇത് മേടിച്ചു വന്നാൽ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിനക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ പഠിക്കാനുണ്ടെങ്കിൽ നെറ്റിലിപ്പോൾ നമുക്ക് അത്യാവശ്യം സെർച്ച് ഇല്ല 2 പേരും കൂടെ കേട്ടോ. ചേച്ചിക്കും ഇവർക്ക് 2 പേർക്കും പ്രജി ഇത്രേ ഉള്ളൂ. ഇതൊരു പിള്ളേർക്ക് ഉള്ളൊരു ലാപ്ടോപ്പാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പോൾ ഇവർക്ക് വേണ്ട അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. MS ഓഫീസും ബ്രൗസിങ്ങും പിന്നെ ഇങ്ങനത്തെ ഒരു ലാപ്ടോപ്പ് കൈവച്ചാ കട്ട മുഴുവൻ പോയത്. ടച്ച് സ്ക്രീൻ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ഉപയോഗം നമുക്ക് ഇങ്ങനെ ഫുള്ളും മടക്കി ഉപയോഗിക്കാം. ഇങ്ങനെ വേണം ഇങ്ങനെ ഉപയോഗിക്കാം. ഇത് നിനക്ക് വേണ്ട അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ശ്രീകുട്ടി നിനക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഹരിക്കുട്ടൻ്റെ ലാപ്ടോപ്പ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വൈഫൈ കണക്ട് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. വൈഫൈ കണക്ട് ആയിട്ടുണ്ട്. ഇതുണ്ടോ യൂട്യൂബ്? നമുക്ക് യൂട്യൂബ് വെച്ച് നോക്കാം. നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ വെക്കാം. ഫിഷിംഗ് ഫ്രീക്സ് തന്നെ ആദ്യം സെർച്ച് ചെയ്യാം കേട്ടോ. ഫിഷിംഗ് ഫ്രീക്സ് തന്നെ നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്റർനെറ്റ് വലിയ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് അത്യാവശ്യം കിട്ടും. ഇപ്പോൾ ഇൻ കേസിൽ ജിയോ കിട്ടും അല്ലേ? ഇതൊന്നുമില്ല, ബഫറിംഗ് ഇല്ല അല്ലേ? അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ വൈഫൈ വലിയ കുഴപ്പമില്ല കേട്ടോ. ജിയോ ഫൈ അത്യാവശ്യം ഇവിടെ റേഞ്ച് ഉണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പ്രത്യേകിച്ച് നീ ഇത് അടച്ചു വെച്ചേ കേട്ടോ. അയ്യോ ഹരിക്കുട്ടൻ ആക്ച്വലി ജിമ്മിനെ വീടിനകത്ത് കയറ്റാത്താണ് അല്ലേ? ഇനി കയറ്റത്തില്ലല്ലോ. നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം കയറ്റും ഇറക്കും. അതിന് വടിയൊക്കെ വെച്ചിട്ടുണ്ട്, കുഞ്ഞ് വടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ അക്യൂറിയും കാര്യങ്ങളൊക്കെ റെഡിയാണ്. അപ്പോൾ ലാപ്ടോപ്പിന് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേക്കും ഞാൻ ഒന്ന് ശരിയാക്കി കൊടുത്തോളാം. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. ആരാ പറയുന്നത്? ഹരിക്കുട്ടൻ. എന്നാലും ഒന്ന് പറ, ചുമ്മാ ഒന്ന് പറ. ആൾക്കാരൊക്കെ അന്വേഷിക്കുന്നുണ്ട് നിന്നെ. നെറ്റ് കിട്ടാത്തതുകൊണ്ട് കാണാനും പറ്റില്ല. നെറ്റ് കിട്ടാത്തതുകൊണ്ട് ഇല്ല, നെറ്റിന്റെ പ്രശ്നം മാറി. കണക്റ്റഡ്. ഇനി ഇത് നോക്കി, നെറ്റ് ഉണ്ടോ നോക്കി. ഇപ്പം നീ നോക്കിയാൽ നെറ്റ് കിട്ടുന്നുണ്ടോ നോക്കി. എന്തെങ്കിലും സാധനം എടുത്ത് നോക്കി. മൊബൈൽ ലൈറ്റ് വേണ്ട, മൊബൈൽ ലൈറ്റ് ഓഫ് ആക്കും. എന്തെങ്കിലും ഒന്നല്ലേ? അപ്പോൾ നെറ്റ്വർക്കിന്റെ പ്രശ്നം കുഴപ്പമില്ല. ഇനി പ്രശ്നം വരത്തില്ല. അല്ലല്ല, അത് നമ്മുടെ ഫോണിൻ്റെയാണ്. ഇതിൻ്റെ അഡാപ്റ്ററും ഇതുമുണ്ട്. ആൻഡ്രോയിഡിന്റെ എല്ലാത്തിലും ചാർജ് ചെയ്യാൻ പറ്റും. നമ്മൾ റീചാർജ് ഇനിയിപ്പോൾ 3 മാസം കഴിയുമ്പോഴേക്ക് റീചാർജ് ചെയ്യുന്ന സമയത്ത് ഇതിലെ നമ്പർ വെച്ചിട്ട് റീചാർജ് ചെയ്യേണ്ടത്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ചാർജ് ഇല്ലെങ്കിൽ ഇവിടെ ഇതുണ്ടോടാ, ഇതുണ്ടോ? ഇതിൽ സിംഗിൾ കട്ടയാകും, എന്നിട്ട് ബ്ലിങ്ക് ചെയ്ത്. താങ്ക് യു സോ മച്ച്. നമ്മുടെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഹരിക്കുട്ട വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, ബൈ ബൈ. എല്ലാവർക്കും ബൈ പറഞ്ഞു. ബൈ ബൈ ചേച്ചി. ശ്രീകുട്ടി മുടി ഇനി വെട്ടുന്ന വളർത്തുന്നില്ലല്ലോ? വളർത്തുന്നുണ്ടോ മുടി? ഇതാ നല്ലത് ആക്ച്വലി. ഇവിടെ ശ്രീകുട്ടി മുടി വെട്ടുന്നു, കുഞ്ഞപ്പൻ മുടി വളർത്തുന്നു. ഓക്കെ, അപ്പോൾ ബൈ ബൈ. ഓക്കെ, എന്നാ എടുത്തു. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ അല്ല, ഈ മാസ്ക് കൊള്ളത്തില്ലല്ലേ? അപ്പം നമ്മൾ വിചാരിച്ച അവനൊരു ലാപ്ടോപ്പ് മേടിക്കാന്ന്. കാര്യം പഠിക്കുന്ന വശമല്ലേ. അയ്യോ വഴി മാറിപ്പോ. അതേലോ, പേരെന്താ? അനന്തകൃഷ്ണൻ. ഇതാരത്? താങ്ക് യു സോ മച്ച്.